വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ചെറിയ പെരുന്നാൾ മറ്റന്നാളെന്ന് പാളയം ഇമാം വി.പി. സുഹൈബ് മൗലവിയും കോഴിക്കോട് വലിയ ഖാസിയും അറിയിച്ചു. മാസപ്പിറവി ഇന്ന് ദൃശ്യമാകാത്തതിനാലാണ് റമദാൻ 30 പൂർത്തിയാക്കി ബുധനാഴ്ച ചെറിയ പെരുന്നാൾ ആയിരിക്കുമെന്ന് ഇമാമുമാരുടെ യോഗം തീരുമാനമെടുത്തത്. ദക്ഷിണ കേരള ജമയത്തുൽ ഉലമ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞി മൗലവിയും പെരുന്നാൾ മറ്റന്നാളാണെന്ന് അറിയിച്ചു. ഗൾഫ് നാടുകളിലും പെരുന്നാൾ മറ്റന്നാളായിരിക്കും. ഒരു ദിവസം നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ അബ്ദുൽ നാസർ മാദനി കേരളത്തിലെത്തി. നേരത്തെ യാത്രാനുമതി നിഷേധിച്ച ഇൻഡിഗോ വിമാന കമ്പനി മാദനിക്ക് ബദൽ യാത്രാ സംവിധാനം ഒരുക്കുകയായിരുന്നു. രാത്രി 8:30 നെടുമ്പാശ്ശേരിയിലെത്തിയ മാദനിക്ക് PDP പ്രവർത്തകർ വൻ വരവേൽപ്പാണ് നൽകിയത്. തുടർന്ന് റോഡ് മാർഗം മാദനി അൻവാർശേരിയിലേക്ക് പോയി. അതേസമയം തന്റെ യാത്ര വൈകിപ്പിച്ചത് ആസൂത്രിതമെന്ന് സംശയിക്കുന്നതായി മാദനി പറഞ്ഞു. രാത്രി 8:30 ഇൻഡിഗോ എയർലൈൻസ് വിമാനത്തിലാണ് മദനി നെടുമ്പാശ്ശേരിയിലെത്തിയത്. അതോടെ ഒരു പകൽ മുഴുവൻ നീണ്ട അനിശ്ചിതത്വത്തിന് വിരാമമായി. വിമാനത്താവളത്തിൽ മദനിക്ക് PDP പ്രവർത്തകർ വൻ വരവേൽപ്പാണ് നൽകിയത്. തന്റെ യാത്ര മുടക്കാൻ ആസൂത്രിതമായി നീക്കം നടന്നതായി സംശയിക്കുന്നുവെന്ന് മദനി പറഞ്ഞു. ഇന്ന് രാവിലെ ഞാൻ വരാൻ പുറപ്പെട്ട സന്ദർഭത്തിൽ ചില ആസൂത്രിത നീക്കമാണെന്ന് ഞാൻ സംശയിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ടിക്കറ്റ് എടുത്ത് എനിക്ക് എല്ലാ ബോർഡിംഗ് പാസും എടുത്തതിന് ശേഷം എനിക്ക് വരുന്നതിന് തടസ്സം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു അവസരം കിട്ടുന്നതിന് വേണ്ടി കാര്യമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകിയ ജനങ്ങളോടും എന്റെ പ്രിയപ്പെട്ട മുഴുവൻ കേരളീയ സമൂഹത്തിലെ സഹോദരങ്ങളോടും നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. ഉച്ചയ്ക്ക് 2 മണിക്ക് ഇൻഡിഗോ എയർലൈൻസിന്റെ തന്നെ മറ്റൊരു വിമാനത്തിൽ മദനി നെടുമ്പാശ്ശേരിയിൽ എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. യഥാസമയം മദനി ബംഗളൂരു വിമാനത്താവളത്തിലെത്തുകയും മദനിക്ക് ബോർഡിംഗ് പാസ് ലഭിക്കുകയും ചെയ്തു. എന്നാൽ വിമാനം പുറപ്പെടാൻ 15 മിനിറ്റുകൾ മാത്രം ശേഷിക്കെ എയർലൈൻസ് അധികൃതർ മദനിക്ക് യാത്രാനുമതി നിഷേധിക്കുകയായിരുന്നു. സായുധ പോലീസ് കാവലുള്ളതിനാൽ വിമാനയാത്രയ്ക്ക് വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതി വേണമെന്നായിരുന്നു നിലപാട്. മദനിയില്ലാതെ വിമാനം ബംഗളൂരുവിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു. ഇതിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മദനിയെ സ്വീകരിക്കാൻ നിരവധി PDP പ്രവർത്തകർ എത്തിയിരുന്നു. മദനിക്ക് യാത്ര നിഷേധിച്ച വിവരമറിഞ്ഞ് പ്രവർത്തകർ പ്രകോപിതരായി. പ്രതിഷേധവുമായി പ്രവർത്തകർ ഇൻഡിഗോ എയർലൈൻസ് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധം പിന്നീട് സംഘർഷത്തിലേക്ക് നീങ്ങി. എയർലൈൻസ് ഓഫീസിന്റെ ചില്ലുകൾ ഉടച്ചതോടെ പോലീസ് ലാത്തി വീശി. 10 മിനിറ്റോളം വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനലിൽ സംഘർഷം നിലനിന്നു. എന്നാൽ മദനിക്ക് എയർലൈൻസ് അധികൃതർ ബദൽ യാത്രാ സൗകര്യം ഒരുക്കിയതായി അറിയിച്ചതോടെ പ്രതിഷേധവും സംഘർഷവും അവസാനിക്കുകയായിരുന്നു. രാത്രി 9:30 റോഡ് മാർഗം മദനി അൻവാർശേരിയിലേക്ക് പോയി. വൻ സുരക്ഷയാണ് കർണാടക കേരള പോലീസുകൾ സംയുക്തമായി ഒരുക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും സാലി മുഹമ്മദ്. സർക്കാർ മേഖലയിലെ പ്രവർത്തനം കാര്യക്ഷമമാക്കുന്നതിന് ജീവനക്കാർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 50 നിർദ്ദേശങ്ങൾ. സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു പൊതു മാനദണ്ഡം കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ മേഖലയിലെ ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിവിൽ സർവീസ് അഴിമതിരഹിതവും കാര്യക്ഷമവുമായിരിക്കണമെന്ന ആമുഖത്തിൽ പരാമർശിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാർ സർവീസ് സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയത്. ജീവനക്കാരെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്താണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ഫയലുകളുടെ കാലതാമസം ഒഴിവാക്കുക, വിവിധ ആവശ്യങ്ങളുമായി ഓഫീസിലെത്തുന്നവരോട് മാതൃകാപരമായ പെരുമാറ്റം ജീവനക്കാർ കാഴ്ചവെക്കുക, ഹാജർ നില ഉറപ്പാക്കുക, സർക്കാർ പദ്ധതികളുടെ ഗുണം കൃത്യസമയത്ത് ജനങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിൽ ജീവനക്കാർ കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുക എന്നിങ്ങനെയുള്ള 50 നിർദ്ദേശങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവനക്കാർക്ക് മുന്നിൽ വെച്ചു. ജീവനക്കാരുടെ പ്രശ്നങ്ങൾക്ക് കൃത്യസമയത്ത് പരിഹാരം കാണുമെന്ന് ഉറപ്പു നൽകിയ മുഖ്യമന്ത്രി സ്ഥലമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പൊതുമാനദണ്ഡം ചർച്ച ചെയ്ത് നടപ്പാക്കുമെന്നും വ്യക്തമാക്കി. ജീവനക്കാരുടെ കാര്യത്തിൽ ശാസ്ത്രീയ പുനർവിന്യാസമുണ്ടാകും. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പുനഃപരിശോധിക്കും. നികുതി പിരിവ് കാര്യക്ഷമമാക്കണം. സേവനാവകാശ നിയമം കൃത്യമായി പാലിക്കണം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രി ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളെ അറിയിച്ചു. മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി FACTO ഭാരവാഹികൾ വ്യക്തമാക്കി. വളരെ ക്രിയാത്മകമായ ഒരു നിർദ്ദേശമാണ്. ജീവനക്കാരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സിവിൽ സർവീസിൽ സമൂലമായ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം വരുത്തുന്ന നിർദ്ദേശങ്ങളാണ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചത്. മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ കേരളത്തിലെ എല്ലാ സർവീസ് സംഘടനകളും സർവാത്മന പിന്തുണയ്ക്കാനുണ്ടായത്. സ്ഥലമാറ്റത്തിലെ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചതായി പ്രതിപക്ഷ സംഘടനാ നേതാക്കളും പറഞ്ഞു. 7 ഫെഡറേഷനുകളാണ് മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കെടുത്തത്. മുഖ്യമന്ത്രിക്ക് പുറമെ ചീഫ് സെക്രട്ടറി, പൊതുഭരണ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിമാരും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. V.S. അച്യുതാനന്ദന് ക്യാബിനറ്റ് പദവി നൽകുന്നതിനായി ഇരട്ട പദവി നിയമം ഭേദഗതി ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നിയമ ഭേദഗതിക്കുള്ള ബില്ല് ഈ സഭാ സമ്മേളന കാലയളവിൽ കൊണ്ടുവരും. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയും നിയമ സെക്രട്ടറിയും സമർപ്പിച്ച റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു.
ക്യാബിനറ്റ് റാങ്കോടെ VS അച്യുതാനന്ദന് ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ പദവി നൽകുന്നതിനായി നിയമ ഭേദഗതി വരുത്താനാണ് മന്ത്രിസഭായോഗം തീരുമാനിച്ചത്. ഇരട്ട പദവി നിയമം ഭേദഗതി ചെയ്യാനുള്ള ബില്ല് ഈ സഭാ സമ്മേളന കാലയളവിൽ തന്നെ കൊണ്ടുവരും. 1951 നിയമത്തെയാണ് ഭേദഗതി ചെയ്യുക. ഇരട്ട പദവി മൂലമുള്ള സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനു വേണ്ടിയാണിത്. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയുടെയും നിയമ സെക്രട്ടറിയുടെയും റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു. നിയമസഭാംഗമായ VS അച്യുതാനന്ദനെ ക്യാബിനറ്റ് റാങ്കുള്ള ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനാക്കുമ്പോഴുണ്ടാകുന്ന ഇരട്ടപ്പദവി പ്രശ്നം പരിഹരിക്കുകയാണ് സർക്കാർ ലക്ഷ്യം. സഭയിൽ ബില്ലായി അവതരിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ട് എത്രയും വേഗം ഭേദഗതി വരുത്താനാണ് നീക്കം. 2011 PC ജോർജിനെ ചീഫ് വിപ്പാക്കിയത് ഇത്തരത്തിൽ നിയമ ഭേദഗതി വരുത്തിയാണ്. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ വലിയ എതിർപ്പ് ഇക്കാര്യത്തിൽ ഉണ്ടാകില്ല എന്നാണ് സൂചന. 1957 രൂപീകരിച്ച ഭരണപരിഷ്കാര കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ അന്നത്തെ മുഖ്യമന്ത്രി EMS ആയിരുന്നു. 1956 സംസ്ഥാനം രാഷ്ട്രപതി ഭരണത്തിലായിരിക്കുന്ന കാലത്ത് കമ്മീഷന്റെ രണ്ടാം അധ്യക്ഷനായി MK വെള്ളോടിയും 1997 മൂന്നാം കമ്മീഷന്റെ അധ്യക്ഷൻ അന്നത്തെ മുഖ്യമന്ത്രി EK നായനാരുമായിരുന്നു. നിയമ ഭേദഗതിയായി കഴിഞ്ഞാൽ നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ പദവിയിലേക്കാണ് VS അച്യുതാനന്ദൻ എത്തുക. സംസ്ഥാന ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാനായി ഡോക്ടർ VK രാമചന്ദ്രനെ നിയമിക്കാനും ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇടത് സർക്കാരിന്റെ പുതിയ ബജറ്റ് ധനമന്ത്രി TM തോമസ് ഐസക് ഈ മാസം 8-ന് നിയമസഭയിൽ അവതരിപ്പിക്കും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. സാമൂഹ്യക്ഷേമത്തിൽ ഊന്നിയുള്ള ബജറ്റാകുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലാണ് ധനമന്ത്രി TM തോമസ് ഐസക് പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. പാവങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളിൽ ഒരു കുറവും വരുത്താതെ റവന്യൂ ചെലവുകൾ നിയന്ത്രിച്ചു നിർത്തുന്നതായിരിക്കും ധനനയമെന്ന് ധവളപത്രത്തിലൂടെ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മാന്ദ്യത്തെ മറികടക്കാനുള്ള ഉത്തേജക പാക്കേജുകളും ബജറ്റിലുണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കാവുന്ന തരത്തിലുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, വലിയ പ്രോജക്റ്റ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. തീർക്കാൻ കഴിയുന്ന ചില പ്രോജക്റ്റുകളെ കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. പൊതു ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളെ സംരക്ഷിച്ചുകൊണ്ട് സാമ്പത്തിക മുരടിപ്പിനെ പ്രതിരോധിക്കുമെന്നും ധവളപത്രം വ്യക്തമാക്കിയിരുന്നു. ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളും നയപ്രഖ്യാപനവും ബജറ്റിൽ പ്രതിഫലിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരിച്ചു വരുന്നവരുടെ പുനരധിവാസത്തിനുള്ള കാര്യക്ഷമമായ പദ്ധതികളാണ് LDF സർക്കാരിന്റെ ബജറ്റിൽ പ്രവാസികൾ പ്രതീക്ഷിക്കുന്നത്. വിദേശ മലയാളികളുടെ നിക്ഷേപങ്ങൾ ആകർഷിക്കാനുള്ള പദ്ധതികളും ബജറ്റിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. ഗൾഫ് നാടുകളിലെ സ്വദേശിവൽക്കരണങ്ങളിൽ വലിയ ക്ഷീണം കേരളത്തിനുമുണ്ടായി. ജോലി നഷ്ടമായി തിരിച്ചു വരുന്നവർക്ക് ആശ്വാസമാവുന്ന പദ്ധതികളാണ് LDF സർക്കാരിന്റെ ബജറ്റിൽ പ്രവാസലോകം കാത്തിരിക്കുന്നത്. പ്രധാനമായും പുനരധിവാസ പദ്ധതികൾ. പുനരധിവാസത്തിന് ആവശ്യമായ ഉപയുക്തമായ പദ്ധതികൾ വേണം. ഇപ്പൊ കേരള ഗവൺമെന്റിന്റെ കയ്യിൽ ചെറിയൊരു പുനരധിവാസ പദ്ധതികളുണ്ട്. അത് ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ കഴിയുന്നു. അപ്പോൾ തിരിച്ചു വരുന്നവരുടെ പുനരധിവാസം ഫലപ്രദമായി നടപ്പാക്കുന്നതിനാവശ്യമായ യുക്തിഭദ്രമായ പ്രോജക്റ്റുകൾ വേണം. 1,25,000 കോടി രൂപ വിവിധ ബാങ്കുകളിൽ NRI നിക്ഷേപമുണ്ട്. ഇത് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാവുന്ന പദ്ധതികൾ വേണം. പ്രവാസികളുടെ നിക്ഷേപങ്ങൾ ഉയർന്ന പലിശ നിരക്കിൽ സ്വീകരിക്കണം. സഹകരണ സംഘങ്ങളെയും പ്രവാസികളുടെ സ്റ്റാർട്ടപ്പുകളെയും പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതികളും ഇവർ ബജറ്റിൽ കാത്തിരിക്കുന്നു. KT സ്വാലിഹ്, മലപ്പുറം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമത്ത് വോട്ട് കച്ചവടം നടന്നെന്ന് KPCC സമിതി. 2 ബ്ലോക്ക് കമ്മിറ്റികളും 162 ബൂത്ത് കമ്മിറ്റികളും പിരിച്ചുവിടാനും നിർദ്ദേശം. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പരാജയം പരിശോധിക്കുന്ന മേഖലാ കമ്മിറ്റികളുടെ റിപ്പോർട്ട് KPCCക്ക് സമർപ്പിച്ചു. റിപ്പോർട്ടിലെ ശുപാർശകൾ AICC അറിയിക്കുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. നേമം നിയോജകമണ്ഡലത്തിൽ 3ാം സ്ഥാനത്തായതിൽ നടപടി വേണമെന്ന ശുപാർശയോടെയാണ് KPCCയുടെ മേഖലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. നേമത്തെ സമ്പൂർണ്ണ പരാജയം പാർട്ടിക്ക് നാണക്കേടായി. V സുരേന്ദ്രൻപിള്ളയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കരുതായിരുന്നു. തന്നെ തോൽപ്പിക്കാൻ CN ബാലകൃഷ്ണൻ പണമൊഴുക്കിയെന്ന് വടക്കാഞ്ചേരിയിൽ മത്സരിച്ച അനിൽ അക്കര മേഖലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. പത്മജ വേണുഗോപാലും CN ബാലകൃഷ്ണനെതിരെ പരാതി നൽകി. തൃശൂരിൽ സമ്പൂർണ്ണ ശുദ്ധികലശം വേണമെന്നാണ് മേഖലാ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. കൊല്ലത്ത് പാർട്ടിയെ ഇല്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വിശദാംശങ്ങൾ AICC അറിയിച്ച് നടപടി സ്വീകരിക്കുമെന്ന് VM സുധീരൻ വ്യക്തമാക്കി. ഏതായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. അത് എല്ലാവരുമായും ചർച്ച ചെയ്ത് കൂട്ടായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അപ്രോപ്രിയേറ്റ് ഫോറം അത് തീരുമാനം എടുക്കും. A ഗ്രൂപ്പുകാർ പാരവെച്ചെന്ന ഡൊമിനിക് പ്രസന്റേഷനും തന്റെ തോൽവിക്ക് കാരണം VM സുധീരനാണെന്ന് K ബാബുവും
മേഖലാ കമ്മിറ്റിക്ക് പരാതി നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. അതിനു മുൻപ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ AICCക്ക് കൈമാറും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. ബാർ കോഴക്കേസിൽ SP സുകേഷിന് ക്രൈംബ്രാഞ്ചിന്റെ ക്ലീൻ ചിറ്റ്. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സാക്ഷികളായ ബാർ ഉടമകളെ വിളിക്കുന്നതിൽ അസ്വാഭാവികത ഇല്ലെന്നും റിപ്പോർട്ട്. ക്രൈംബ്രാഞ്ച് മേധാവി റിപ്പോർട്ട് അംഗീകരിച്ചു. കെ മാണിയെ ബാർകോഴ ആരോപണത്തിൽ കൊടുക്കുന്നതിന് ബാർ ഉടമ ബിജു രമേശുമായി SP R സുകേശൻ ഫോണിലൂടെ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയത് മുൻ വിജിലൻസ് മേധാവി N ശങ്കർ റെഡ്ഡിയായിരുന്നു. ബാർ ഉടമസ്ഥർ കെ മാണിക്കെതിരെ മൊഴി നൽകണമെന്ന് സുകേശൻ തന്നോട് പറഞ്ഞതായിട്ടുള്ള ബിജു രമേശിന്റെ ഓഡിയോ ടേപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശങ്കർ റെഡ്ഡി ഈ കണ്ടെത്തൽ നടത്തിയത്. ബാർകോഴ ആരോപണം അന്വേഷിക്കുന്ന ഘട്ടത്തിൽ സുകേശൻ നിരവധി തവണ ബാർ ഉടമസ്ഥരെ വിളിച്ചതെന്തിനെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് പരിശോധിച്ചത്. എന്നാൽ ഇതിൽ അസ്വാഭാവികതയില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സാക്ഷികളായ ബാർ ഉടമസ്ഥരെ ബന്ധപ്പെടുന്നത് അന്വേഷണത്തിലെ സ്വാഭാവിക പ്രക്രിയ മാത്രമാണെന്നുമാണ് ഉണ്ണിരാജയുടെ നിലപാട്. ബാർ ഉടമസ്ഥരുമായി ചേർന്ന് കെ മാണിക്കെതിരെ സുകേശൻ ഗൂഢാലോചന നടത്തിയെന്ന വാദത്തിന് അടിസ്ഥാനമില്ലെന്നും ഉണ്ണിരാജയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഉണ്ണിരാജയുടെ റിപ്പോർട്ട് അംഗീകരിച്ച ക്രൈംബ്രാഞ്ച് മേധാവി അനന്തകൃഷ്ണൻ റിപ്പോർട്ട് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് കൈമാറി. വിജിലൻസ് SP R സുകേശന്റെ ഒരു വർഷത്തെ കോൾ വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരുന്നു. ഇതോടൊപ്പം ബാർ ഉടമസ്ഥരുടെ യോഗത്തിൽ നടന്ന ഓഡിയോ ടേപ്പും വിശദമായി പരിശോധിച്ചു. സുകേശനടക്കമുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കേസിൽ സുകേശിന് ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. ബാർ ഉടമസ്ഥരുടെ യോഗത്തിലെ സംഭാഷണമടങ്ങിയ ഓഡിയോ CD ബിജു രമേശ് വിജിലൻസിന് നൽകിയിരുന്നു. ഇത് പരിശോധിച്ച മുൻ വിജിലൻസ് മേധാവി N ശങ്കർ റെഡ്ഡി രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് സുകേശൻ പങ്കന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശുപാർശ ചെയ്ത്. നിരപരാധിയായ ഒരു ഉദ്യോഗസ്ഥനെ വേട്ടയാടാനുള്ള നീക്കത്തിനാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടോടെ പരിസമാപ്തി കുറിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ബാർകോഴ വിഷയത്തിൽ KM മാണിയെ കൊടുക്കാൻ UDF-നകത്ത് ശ്രമം നടന്നിട്ടില്ല എന്ന ഉമ്മൻചാണ്ടി. മാണിയും കേരള കോൺഗ്രസും UDF-ന്റെ അവിഭാജ്യ ഘടകമെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ശ്രീ KM മാണി UDF-ന്റെ അവിഭാജ്യ ഘടകമാണ്. UDF-ന്റെ ഏറ്റവും ഉന്നതനായ നേതാവാണ്. അദ്ദേഹവും കേരള കോൺഗ്രസും UDF-ന്റെ ഏറ്റവും പ്രമുഖമായ പാർട്ണറാണ്. അപ്പോൾ അവരുമായിട്ടുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും. കോഴിക്കോട് ജില്ലാ കളക്ടർ N പ്രശാന്തിനെതിരെ രൂക്ഷ വിമർശനവുമായി വീക്ഷണം മുഖപത്രം. ഊളന്മാർക്ക് ഇരിക്കാനുള്ള ഇടമല്ല ജില്ലാ കളക്ടർ പദവിയെന്ന് മുഖപ്രസംഗത്തിൽ വിമർശനം. ജില്ലാ കളക്ടറെ കഴുതയോടും മുഖപ്രസംഗം ഉപമിക്കുന്നു. കൺകണ്ട ദൈവമായി പ്രജകൾ മാനിച്ചിരുന്ന തുക്തി സാഹിബ് പദവിയിൽ നിന്നുമാണ് വീക്ഷണം ദിനപത്രത്തിന്റെ മുഖപ്രസംഗം ആരംഭിക്കുന്നത്. വില്യം ലോഗൻ മുതൽ ഹെൻറി വാലന്റൈൻ വരെ ഇരുന്ന മലബാർ കളക്ടർ പദവിയുടെ മാഹാത്മ്യം പറഞ്ഞ് നിലവിലെ കളക്ടർ N പ്രശാന്തിനെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് മുഖപ്രസംഗം. ഭൂപടം വരച്ചും ബുൾസൈ ഉണ്ടാക്കിയും ജനപ്രതിനിധിയെ കളിയാക്കുന്നത് ആണത്തമല്ല ഊളത്തമാണെന്നാണ് വീക്ഷണത്തിന്റെ വാദം. അത്തരം ഊളന്മാർക്ക് ഇരിക്കാനുള്ള ഇടമല്ല ജില്ലാ കളക്ടർ പദവിയെന്നും വീക്ഷണം ഓർമ്മിപ്പിക്കുന്നു. തട്ടുതകർപ്പൻ പടങ്ങളിലെ അമാനുഷിക കളക്ടറുടെയും കമ്മീഷണറുടെയും റോളിലാണ് കോഴിക്കോട് കളക്ടർ അഭിരമിക്കുന്നത്. വലിയ മാധ്യമപ്രസിദ്ധിക്കായി കഴുതക്കാൽ പിടിക്കാൻ മാത്രമല്ല കഴുതയാകാനും കളക്ടർക്ക് മടിയില്ല എന്നും വീക്ഷണം ആഞ്ഞടിക്കുന്നു. മറ്റു കളക്ടർമാർക്കില്ലാത്ത കൊമ്പ് തനിക്കുണ്ടെന്ന് കളക്ടർ കരുതുന്നുണ്ടെങ്കിൽ ആ കൊമ്പ് മുറിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവേ മതിയാവൂ എന്ന ഉപദേശവും നൽകിയാണ് വീക്ഷണം മുഖപ്രസംഗം അവസാനിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജിഷ കൊലക്കേസിൽ പോലീസ് കണ്ടെത്തിയ കത്തിയിൽ ജിഷയുടെ രക്തക്കറയുള്ളതായി ഫോറൻസിക് സ്ഥിരീകരണം. കാക്കനാട് ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് കത്തിയുടെ കൈപ്പിടിക്കുള്ളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയത്. ജിഷയെ കൊലപ്പെടുത്താൻ അമീറുൾ ഉപയോഗിച്ച ഈ കത്തി ജിഷയുടെ വീടിന് പുറകിൽ നിന്നാണ് പോലീസ് കണ്ടെടുത്തത്. ജിഷയെ കൊലപ്പെടുത്താൻ പ്രതി ആമിറുൽ ഇസ്ലാം ഉപയോഗിച്ച കത്തി അന്വേഷണത്തിലെ ശക്തമായ തെളിവായി മാറുകയാണ്. ജിഷയുടെ വീടിന് പുറകിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ കത്തിയിൽ ആദ്യ പരിശോധനയിൽ രക്തക്കറയോ മറ്റോ കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ വിശദ പരിശോധനയ്ക്കായി കത്തി കാക്കനാട് ഫോറൻസിക് ലാബിലേക്ക് പോലീസ് അയച്ചിരുന്നു. ഇവിടെ നടന്ന പരിശോധനയിൽ കത്തിയുടെ കൈപ്പിടിക്കുള്ളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തുകയും വിശദമായ DNA പരിശോധനയിൽ ഇത് ജിഷയുടെ രക്തമാണെന്ന് തിരിച്ചറിയുകയുമായിരുന്നു. മരപ്പിടി കൊണ്ടുള്ള കത്തിയാണ് പ്രതി ആമിറുൾ കൃത്യത്തിന് ഉപയോഗിച്ചത്. പ്രതി പിടിയിലാകുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഈ കത്തി ജിഷയുടെ വീടിന് പുറകിലെ കനാൽ ബണ്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ കത്തി വലിച്ചെറിഞ്ഞ സ്ഥലത്തെപ്പറ്റി മൊഴി നൽകിയിരുന്നു. തെളിവെടുപ്പ് സമയത്ത് ഇയാൾ പോലീസിന് കാട്ടിക്കൊടുത്ത സ്ഥലത്തു നിന്നുമാണ് പോലീസ് നേരത്തെ കത്തി കണ്ടെത്തിയത്. ഇയാളുടെ മൊഴിയും ഇതുമായി ഒത്തുപോകുന്നു. വിചാരണ വേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി കോടതി സ്വീകരിക്കുന്നതും ഇതാണ്. അതേസമയം കത്തിയിൽ ആമിറുളിന്റെ വിരലടയാളം പോലീസിന് കണ്ടെത്താനായില്ല. മരപ്പിടി കൊണ്ടുള്ള കത്തിയായതിനാൽ വിരൽപ്പാടുകൾ പതിയില്ലെന്നാണ് ഫോറൻസിക് വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.
ഐസ്ക്രീം പാർലർ അട്ടിമറി കേസിൽ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജി വിചാരണ കോടതിയിൽ നൽകാൻ നിർദ്ദേശിച്ചാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത്. കേസ് സിബിഐക്ക് വിടേണ്ട യാതൊരു സാഹചര്യവുമില്ലെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൌൺസിൽ സുപ്രീം കോടതിയെ അറിയിച്ചു. മുൻ മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു K.A. റൌഫ് നടത്തിയ വെളിപ്പെടുത്തലുകളെ തുടർന്നുള്ള ഐസ്ക്രീം പാർലർ അട്ടിമറി കേസ് അന്വേഷണത്തിൽ അപാകതയുണ്ടെന്നും സിബിഐക്ക് കേസ് കൈമാറണമെന്നുമായിരുന്നു VS ഹർജിയിൽ ആവശ്യപ്പെട്ടത്. ആരോപണ വിധേയരായവരിൽ മുൻ ഹൈക്കോടതി ന്യായാധിപന്മാരും മുൻ DGPയും മുൻ അഡ്വക്കേറ്റ് ജനറലും ഉൾക്കൊള്ളുന്നതിനാൽ സംസ്ഥാന പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും സിബിഐക്ക് നൽകണമെന്നും സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ VS ചൂണ്ടിക്കാട്ടി. എന്നാൽ VSന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നും കേസ് സിബിഐക്ക് വിടേണ്ട യാതൊരു സാഹചര്യമില്ലെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൌൺസിൽ G. പ്രകാശം അറിയിച്ചു. കേസ് അട്ടിമറിച്ച വ്യക്തിയാണ് മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവെന്ന് VSന്റെ അഭിഭാഷകനും കോടതിയിൽ മറുവാദം ഉന്നയിച്ചു. എന്നാൽ 20 വർഷം മുമ്പുള്ള കേസിൽ ഇപ്പോൾ തർക്കം ഉന്നയിക്കുന്നത് എന്തിനെന്ന് ചോദിച്ച സുപ്രീം കോടതി അന്വേഷണത്തിൽ അതൃപ്തിയുണ്ടെങ്കിൽ വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ബന്ധപ്പെട്ട ഉയർന്ന കോടതികളെയും സമീപിച്ച ശേഷമേ സുപ്രീം കോടതിയെ സമീപിക്കാവൂ എന്നും വ്യക്തമാക്കി. രാഷ്ട്രീയ തർക്കങ്ങൾക്കായി കോടതിയുടെ സമയം കളയരുതെന്നും ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കവേ ചൂണ്ടിക്കാട്ടി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഐസ്ക്രീം കേസിൽ 20 വർഷമായി തനിക്കെതിരെ നടന്ന പീഡനങ്ങളും വേട്ടയാടലും അവസാനിച്ചതിൽ സന്തോഷമുണ്ടെന്ന് കുഞ്ഞാലിക്കുട്ടി. VSനോട് വിരോധമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞാൻ 10-20 വർഷമായിട്ട് അനുഭവിക്കുന്ന പീഡന അവസാനിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിൽ ദൈവത്തിന് സ്തുതി. അവിടെ നടന്ന മറ്റ് ചർച്ചകൾ ആ കേസിൽ പലരും ഉണ്ടല്ലോ, ഞാൻ മാത്രമല്ലല്ലോ, എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടല്ലോ. തിരികെ വാർത്തകളിലേക്ക്. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന നാളെ. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നും പഞ്ചാബിൽ നിന്നും കൂടുതൽ പുതുമുഖങ്ങൾ മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കും. നജ്മ ഹെബ്ദുള്ള, കൽരാജ് മിശ്ര തുടങ്ങിയവർ മന്ത്രിസഭയിൽ നിന്നും പുറത്തായേക്കും. മോഡി മന്ത്രിസഭ 2 വർഷം പിന്നിട്ട സാഹചര്യത്തിൽ മന്ത്രിമാരുടെ പ്രകടനം വിലയിരുത്തിയും ഉത്തർപ്രദേശ്, പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുമാണ് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, BJP അധ്യക്ഷൻ അമിത്ഷാ, ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവരുമായി കഴിഞ്ഞ ദിവസം പുനഃസംഘടനാ കാര്യം ചർച്ച ചെയ്തിരുന്നു. ആഭ്യന്തരം, പ്രതിരോധം, വിദേശകാര്യം, ധനം എന്നീ സുപ്രധാന വകുപ്പുകളിൽ അഴിച്ചുപണിക്ക് സാധ്യതയില്ല. നിലവിൽ 66 മന്ത്രിമാരാണ് കേന്ദ്രമന്ത്രിസഭയിലുള്ളത്. ഭരണഘടനാ പ്രകാരം ഇത് 82 വരെയാകാം. ഈ സാഹചര്യത്തിൽ മന്ത്രിസഭാ വികസനത്തിൽ കൂടുതൽ പുതുമുഖങ്ങൾക്ക് ഇടം ലഭിച്ചേക്കും. അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പേർ മന്ത്രിസഭയിൽ ഉണ്ടാകും. മന്ത്രിസഭയിലെ 75 വയസ്സ് പിന്നിട്ട നജ്മ ഹെബ്ദുള്ള, കൽരാജ് മിശ്ര എന്നിവരെ ഒഴിവാക്കിയേക്കും. നജ്മ ഹെബ്ദുള്ളയ്ക്ക് പകരം മുക്താർ അബ്ബാസ് നഖ്വി ന്യൂനപക്ഷക്ഷേമ മന്ത്രിയാകും. അസം മുഖ്യമന്ത്രിയായതിനെ തുടർന്ന് സർബാനന്ദ സോനോവാൾ രാജിവെച്ച ഒഴിവിൽ അസമിൽ നിന്നു തന്നെയുള്ള രമൺ ദേക്ക കായിക മന്ത്രിയാകാനാണ് സാധ്യത. ഗോരഖ്പൂർ MP യോഗി ആദിത്യനാഥ്, NDA സഖ്യകക്ഷി അപ്നാദൾ നേതാവ് അനുപ്രിയ പട്ടേൽ എന്നിവർ ഉത്തർപ്രദേശിൽ നിന്നും മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഫ്രിക്കൻ സന്ദർശനത്തിനായി വ്യാഴാഴ്ച യാത്ര തിരിക്കുന്നതിനാലാണ് ചൊവ്വാഴ്ച പുനഃസംഘടന നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി.